ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ലേഡീസ് അവറിൻ്റെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജൂലൈ 17 മലയാളികളുടെ അഭിമാനമായി മാറിയ, അഹങ്കാരമായി മാറിയ, പറയൂ, കൊച്ചി മെട്രോ. അപ്പോൾ കൊച്ചി മെട്രോനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 13 വർഷം കൊണ്ടാണ് അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതെന്ന് പറയുന്നത് എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. മാത്രമല്ല, വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസോട് കൂടിയിട്ട് ഒരു മെട്രോ അത് കേരളത്തിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗതാഗത കുരുക്കുകളുള്ള ഒരു നഗരമായിരുന്നു. ആ ഗതാഗത കുരുക്കുകൾക്കെല്ലാം ഒരു പരിധി വരെ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിന്റെ ആദ്യ ഘട്ടം മാത്രമേ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളൂ, പ്രവർത്തന സജ്ജമായിട്ടുള്ളൂ. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള ഒരു റൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഗതാഗത കുരുക്കുകൾ അനുഭവപ്പെട്ടിരുന്ന, മണിക്കൂറുകളോളം കാത്തു കിടക്കേണ്ടിയിരുന്ന ഒരു റൂട്ടില് ഇങ്ങനെ മെട്രോ എന്നുള്ള ഒരു സംവിധാനം വന്നതോടുകൂടി ആ ഒരു വലിയ ഒരു വിഷമത്തിന്, ഒരു ട്രാഫിക് ബ്ലോക്ക് എന്നുള്ളൊരു വിഷമത്തിന് ഒരു പരിഹാരമായിരിക്കുകയാണ്. ലേഡീസ് അവറിൽ പറയുമ്പോൾ ലേഡീസിനെ കുറിച്ചും കൂടെ സംസാരിക്കണമല്ലോ. കൊച്ചി മെട്രോയിൽ അഭിമാനിക്കാനായിട്ടുള്ള മറ്റു കുറെ കാരണങ്ങൾ കൂടെ ഉണ്ട്. കൊച്ചി മെട്രോയിൽ ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അതിന്റെ ലോക്കോ പൈലറ്റ് മുതൽ, ലോക്കോ പൈലറ്റ് ആയിട്ട് 7 സ്ത്രീകളുണ്ട്. അത് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തികച്ചും എന്താ, അവര് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്, അഭിമാനാർഹമായ കാര്യമാണ്. ഒപ്പം തന്നെ വളരെ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി 21 ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി കൊടുത്ത ഒരു കോർപ്പറേഷൻ ആയിട്ടും കൂടെ കൊച്ചി മെട്രോ കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ്. ഇന്ത്യനെ urbanise ചെയ്യുന്ന പ്ലാനിൽ 1 മില്യണിൽ കൂടുതൽ ജനസംഖ്യയുള്ള, പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിലെല്ലാം മെട്രോ പണിയാനായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കൊച്ചി മെട്രോയ്ക്കും സെൻട്രൽ ഫണ്ടിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അങ്ങനെയുള്ള 50 സിറ്റികളിൽ ശരിക്കും 4 ആണ്. അപ്പം ഡൽഹി മെട്രോ അതുപോലത്തെ ഒരു സ്റ്റേറ്റ് ഓഫ്, ഏറ്റവും ആദ്യം മെട്രോ വന്നത് കൊൽക്കട്ടയിലാണ്. പക്ഷേ ആദ്യ മെട്രോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ കൊൽക്കട്ട. അത് 1984 വന്ന മെട്രോ സിസ്റ്റമാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോഴും വളരെ ഫങ്ഷണലായിട്ട് ഓടുന്നുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്താണ്, നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ, ചെന്നൈയിലും മെട്രോ ഉണ്ട്, ബാംഗ്ലൂരിലും ഇപ്പോൾ മെട്രോ ഏതാണ്ടായിരിക്കുകയാണ്. അപ്പോൾ ചെന്നൈയിലും ബാംഗ്ലൂരിനോടും ഒത്ത് ആ ഒരു റേസിൽ ശരിക്കും മുന്നിട്ട് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്, ഭയങ്കര പോളിഷ്ഡ് ആണ്, സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസോടുകൂടി കൊച്ചി മെട്രോ വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യയുടെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ അച്ചീവ്മെൻറ്റിൽ നമ്മൾ മലയാളികൾ, ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞ് സ്റ്റേറ്റായ മലയാളികൾക്കും ഒരു വലിയ പങ്കുണ്ട് എന്ന് അറിയുമ്പോൾ അതൊരു വലിയ അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ്, നൽകുന്ന കാര്യം കൂടിയാണ്. ഈ ഒരു കൊച്ചി മെട്രോയെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാം ആദ്യ സെഗ്മെന്റിന് ശേഷം. നമസ്കാരം, എൻ്റെ പേര് ശാന്ത കുര്യൻ, അക്കര ഹൗസ്, കോട്ടയം. ഞാൻ 25 വർഷമായിട്ട് ഹോം സ്റ്റേ നടത്തുന്നു. അത് തുടങ്ങാനുള്ള കാരണം, എൻ്റെ 3 പിള്ളേരുടെ കല്യാണം കഴിഞ്ഞപ്പം ഇത് പഴയ ഒരു തറവാടാണ്, 200 വർഷം പഴക്കമുള്ള ഒരു തറവാടാണ്. അവിടെ റൂമൊക്കെ വേക്കൻ്റായിട്ട് കിടന്നപ്പം എൻ്റെ ഒരു റിലേഷൻ ഇങ്ങനെ പറഞ്ഞു, ഇത് തുടങ്ങുവാണെങ്കിൽ പുള്ളി ആൾക്കാരെയൊക്കെ വിട്ടുതരാമെന്ന്. അന്നിങ്ങനെ ഹോം സ്റ്റേ ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അന്ന് അത് ഞാൻ ചെറിയൊരു എന്തോന്നി തുടങ്ങി. അന്നൊക്കെ ഒരു 3 പേരൊക്കെ ഒരു വർഷത്തിൽ വരുമായിരുന്നു. പിന്നെ അതങ്ങ് 10, 30, 60, 100 പേരായി. ലോകം മുഴുവൻ അറിഞ്ഞു, വെബ്സൈറ്റിലിട്ടു. ഇനി ഇതിപ്പോൾ ഒരു ബിസിനസ്സായിട്ട് തന്നെ കൊണ്ടുപോകുന്നു, ഹോം സ്റ്റേ ഒരു ബിസിനസ്സായിട്ട്. കൂടുതലും നമുക്ക് പുറത്തുള്ള രാജ്യത്തു നിന്നുള്ള ആൾക്കാരുമായിട്ടും അവരുടെ രീതികളെ, അവരുടെ കൾച്ചറെ ഒക്കെ നമുക്ക് പഠിക്കാനും നമുക്കും അതനുസരിച്ച് മറ്റുള്ളവരോട് പെരുമാറാനും ഒക്കെ നമ്മൾ ഒരുപാട് പഠിക്കും. ജനറൽ നോളജ് ഒരുപാട് കിട്ടും. ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല,
പഠിച്ച ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നതാണ്. 18 വയസ്സൊക്കെ മുമ്പ് ഇവിടെ വന്നതാണ് കല്യാണം കഴിച്ച്. അപ്പോൾ പിന്നെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു പഠിച്ച, ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും അല്ല പഠിച്ചത്, മലയാളം മീഡിയത്തിൽ തന്നെയാണ് പഠിച്ചത്. എൻ്റെ മോന് പുറത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവനാ ഇതെല്ലാം ആൾക്കാരെ വിടുന്നത്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എനിക്ക് പുറത്ത് ഇതൊന്നും അറിയാൻ മേല, കമ്പ്യൂട്ടറിൻ്റെയും ഇതൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മോൻ അതെല്ലാം ചെയ്തു തരും. ഞാനത് എഴുതിയെടുത്ത് അവരെന്ന് വരും, എപ്പം വരും, എങ്ങോട്ട് വിടണം, അതെല്ലാം ഞാൻ ചെയ്യും. അതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരെയും അറിയാവുന്ന എനിക്ക്, അവനിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അവൻ ഒരുപാട് അതിൽ പ്രൊമോട്ട് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ കൊച്ചിലെ തൊട്ടേ ഇവിടെ വന്നുകൊണ്ട് എൻ്റെ ഫാദറിലോ എനിക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു. ആദ്യം എല്ലാ കാര്യവും എന്നെ പഠിപ്പിച്ചത് പുള്ളിയാണ്. ബാങ്കിങ്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഫാദറിലോ പിന്നെ അമ്മച്ചി മരിച്ചായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ മദറിലോ മരിച്ചു. അത് കഴിഞ്ഞ് ഫാദറിലോ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിരുന്നു. പുള്ളി എല്ലാം പഠിപ്പിച്ചു, ഓഫീസിൽ കൊണ്ടുപോകാനും കാര്യങ്ങൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു. പുള്ളി ഈ വീട് ഉണ്ടാക്കി തന്നത് അതിലെ ഏറ്റവും പ്രധാന കാര്യം. ആദ്യമൊക്കെ ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡീലിങ്സ് എന്നൊന്നും അറിയാൻ മേലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ DTPC ആയിട്ട് നമ്മൾ ചേർന്ന് അവിടെ രജിസ്ട്രേഷനൊക്കെ വന്നപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് എല്ലാം പോയി. അവിടെ നിന്നൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ഇതിൽ തന്നെ കിട്ടിയതേ ഉള്ളൂ, വെബ്സൈറ്റിൽ കൂടെ കിട്ടിയതേ ഉള്ളൂ. വിദേശികൾക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് നമ്മുടെ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇവിടെ ചൂണ്ടയിടാനുള്ള സൗകര്യം, പുറത്തോട്ട് പോകാനുള്ള, പിന്നെ നിശബ്ദത, സൈലൻറ്റ്. ഇവർക്ക് ഈ ഒച്ചയും ബഹളമൊന്നും വലിയ ഇഷ്ടമില്ല. പിന്നെ ഈ ആയുർവേദം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ആയുർവേദത്തിന് വേണ്ടി ആരംഭിച്ചത്. ഈ വീട് 200 വർഷം പഴക്കമുണ്ട്. ഈ വീടും പഴയ സെമിനാരി ഒരേ ദിവസം ഒരേ മെത്രാച്ചൻ കല്ലിട്ടതാണ്. ഒരു 9 തലമുറയോളം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ പ്രത്യേകമായിട്ട് ഒരു മാറ്റങ്ങളും അങ്ങനെ വരുത്തിയിട്ടില്ല. കുറച്ച് പഴയ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ അതിലുള്ള റിന്യൂവേഷൻ ഇച്ചിരൊക്കെ നടത്തിയിട്ടേ ഉള്ളൂ. അല്ലാതെ വേറെ പുതിയതായിട്ട് യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. പഴയ കാരണവന്മാർ വെച്ച അതേ മെതേഡിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഒരു ചാമ്പയുണ്ട്. ആ ചാമ്പ ഈ മുറ്റത്ത് നിൽക്കുന്നത്. അത് 150 വർഷത്തോളം പഴക്കമുണ്ട് ആ ചാമ്പയ്ക്ക്. അക്കര എന്ന് പേര് വന്നേ ആറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉള്ള വീടായതുകൊണ്ട് അക്കര എന്നുള്ള കൂടെ കൂട്ടിച്ചേർത്ത് അക്കര കറുകാഞ്ചേരിയിൽ കുന്നുംപുറത്തെന്ന അവരുടെ തറവാട് പേര്. പണ്ട് അപ്പച്ചൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് മണ്ണ് അക്കരയ്ക്ക് നടന്നു പോകാമായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം വളരെ ആഴമാണ്, നല്ല ഒഴുക്കും, ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങുമ്പോൾ അക്കരയ്ക്ക് പോകുന്ന പ്രയാസമാണ്. ഞങ്ങൾക്ക് റോഡ് വന്നിട്ട് ഒരു 15 വർഷമേ ആയുള്ളൂ. അതുവരെ ഞങ്ങൾ വള്ളത്തേലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ആ വള്ളങ്ങളൊക്കെ ഉണ്ട്. വള്ളത്തേൽ അവർ വരുമ്പോൾ, ഫോറിനേഴ്സ് വരുമ്പോൾ അവരെ കൊണ്ടുപോവുകയും സെമിനാരി കാണിക്കാൻ പോവുകയും, ആര് വന്നാലും സെമിനാരി കാണിക്കാൻ കൊണ്ടുപോകും. അവിടുത്തെ പഴയ മ്യൂസിയവും സംഗതികളൊക്കെ അവരെ കാണിക്കാൻ വേണ്ടി, റബ്ബർ പ്ലാന്റേഷനും ഒക്കെ. പിന്നെ ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് മനോജ് എന്ന് പറയുന്ന മനോജ് ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും മാനേജരും കാര്യങ്ങളെല്ലാം എയർപോർട്ടിൽ നിന്ന് ആളിനെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഇവിടെയാണെങ്കിലും എല്ലാ കാര്യവും നടത്തുന്നത് മനോജ. ഫ്യൂച്ചറിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണമെന്നാണ് എനിക്ക് ചെയ്യാവുന്ന അത്രയും നാളും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. ഇപ്പം ഞങ്ങളൊരു ആയുർവേദം കൂടെ തുടങ്ങിയിട്ടുണ്ട്. മേനാച്ചേരി വൈദ്യന്മാരെന്ന് പറഞ്ഞ് അവരുമായിട്ട് ചേർന്നാണ്. അതും നല്ലതായിട്ട് പോകുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമാണ്. ആയുർവേദവും ഹോം സ്റ്റേ ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ്. എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ മോനും മനോജും ഡോക്ടറും എല്ലാം കൂടെ കൂടി ചെയ്യും. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജോലിക്കാരൊക്കെ പഴയ ആൾക്കാർ തന്നെയാണ്. അവരും ഇതിനോട് വളരെ സഹകരിക്കുന്നുണ്ട്. അധികം പേരൊന്നുമില്ല, ഉള്ളവർ വളരെ നല്ലതായിട്ട് തന്നെ സഹകരിക്കുന്നുണ്ട്. ഒത്തിരി പേരെ നിർത്തി എന്നുള്ളതല്ല, ഉള്ള 2-3 പേര് അവർ നല്ലതായിട്ട് നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്നു. വരുന്നവർ ഇവിടെ താമസിക്കുന്നതും ഇവിടുത്തെ ഫുഡും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. 9 പ്രാവശ്യം വരെ വന്നവരുണ്ട്. ഒരേ കൂട്ടിൽ തന്നെ 9 പ്രാവശ്യം വന്നിട്ട് പോയിട്ടുണ്ട്.
പിന്നെ മൗത്ത് ടു മൗത്താണ് കൂടുതലും ആൾക്കാർ വരാനുള്ള കാര്യം. വന്നു പോകുന്നവർ ചെന്ന് പറയുക എന്നുള്ളത്. അവർ തന്നെ ഒത്തിരി പേരെ അവരുടെ റിലേഷൻസിനെയും ഒക്കെ പറഞ്ഞു വിടുന്നുണ്ട്. എപ്പോഴും വരുന്നവർ വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അവർക്ക് വീണ്ടും വരുമെന്നുള്ള ഇതിലാണ് അവർ പോകുന്നത്. ചില 2-3 മാസം താമസിച്ചവരുമുണ്ട്. ഹോം സ്റ്റേ നടത്താൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസിയല്ല, ഒട്ടും ഈസിയല്ല. ഒരു ആൾ ഇവിടെ വന്നാൽ അവർ പോകുന്നിടം വരെ അവരുടെ ഉത്തരവാദിത്വം നമ്മളില്ല. അവർക്ക് എന്ത് വന്നാലും അത് നമുക്ക് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാ കാര്യത്തിലും അവരോടുകൂടി നമ്മളെപ്പോഴും ഇരിക്കണം. അവർ 3 ദിവസമെങ്കിൽ ആ 3 ദിവസവും നമ്മുടെ ഗസ്റ്റാണ്. അവർക്ക് എന്ത് വന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളതിൽ വളരെ കെയർഫുള്ളായിരിക്കണം. ഈസിയല്ല, ഒരിക്കലും ഈസിയല്ല. പ്രധാനമായിട്ട് പരിസര ശുചീകരണം അത്യാവശ്യമാണ്. അത് നമ്മൾ ക്ലീനിനെസ് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് അവർക്ക്. പിന്നെ ഫുഡാണെങ്കിലും നമ്മൾ നല്ലതായിട്ട് സെർവ് ചെയ്ത് അവർക്ക് കൊടുക്കണം. ഒരിക്കലും മോശമായ രീതിയിൽ അവർക്ക് ഫുഡ് സെർവ് ചെയ്യല്ലേ. നമ്മളിതൊരു ലാഭമായിട്ട് കാണാതെ നമുക്കൊരു വെറും ഞാനിതൊരു നേരം പോക്കായിട്ടാണ് എടുത്തേക്കുന്നത്. നമുക്കതൊരു ലാഭം അതിൽ നിന്ന് കിട്ടുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അത് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് വിടുക എന്നുള്ളതാണ് അവർക്ക് സന്തോഷിക്കുക, അവർ വന്നു, അവർ എൻജോയ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കിത് സക്സസ് ആകത്തുള്ളൂ. അല്ലാതെ നമ്മൾ മണി മൈൻഡഡ് ആയാൽ ഇതൊരിക്കലും സക്സസ് ആകത്തില്ല.